ദൈവനാമം മഹത്വമായി തീരട്ടെ. ഹല്ലേലൂയ. ഈ ഒരു അവസരം കർത്താവ് അവിടുന്ന് ഒരുക്കി തന്ന വലിയ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവെ, എന്റെ നാവോട് കൂടി കർത്താവിന്റെ വചനം അത് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കർത്താവ് അവിടുന്ന് കൃപ തരണമേ. ഹല്ലേലൂയ. ഞാൻ ജഡത്തിലല്ല ഹല്ലേലൂയ കർത്താവെ പറയേണ്ടത്, ആത്മാവിൽ സഞ്ചരിച്ച് ആത്മാവിൽ വചനം ഷെയർ ചെയ്യുവാൻ കർത്താവെ അവിടുന്ന് ഇടവരുത്തുമാറാകണമേ. ഹല്ലേലൂയ. നിന്റെ വചനം എന്റെ കാലിന് ദീപവും അത് പാതയ്ക്ക് പ്രകാശവുമാക്കി തീർക്കണമേ. അനേകം ഇരുട്ടിൽ കിടക്കുന്ന ജനത്തെ വലിയൊരു വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ എന്റെ കർത്താവ് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിന്ദിച്ചവരുടെ മധ്യയിലും പരിഹസിച്ചവരുടെ മധ്യയിലും ഹല്ലേലൂയ കൈ പിടിച്ചുയർത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവെ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലൂടെ അനേകരിലേക്ക് അത് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. 2 വരിയൊന്ന് പാടി ഹല്ലേലൂയ തുടങ്ങാം. സ്തോത്രം. നിത്യജീവൻ നൽകുന്നു വചനം, സത്യമാർഗം നൽകുന്നു വചനം, മനുജനായി തീർന്ന വചനം, യേശുവല്ലോ ജീവവചനം. നിത്യജീവൻ നൽകുന്നു വചനം, സത്യമാർഗം നൽകുന്നു വചനം, മനുജനായി തീർന്ന വചനം, യേശുവല്ലോ ജീവവചനം. രക്ഷ നൽകും യേശുവേ ഹല്ലേലൂയ പാടാം, ജീവിക്കുന്ന ദൈവപുത്ര അങ്ങേ ഞങ്ങൾ വാഴ്ത്താം. രക്ഷ നൽകും യേശുവേ ഹല്ലേലൂയ പാടാം, ജീവിക്കുന്ന ദൈവപുത്ര അങ്ങേ ഞങ്ങൾ വാഴ്ത്താം. ജീവിക്കുന്നു യേശു, ജീവിക്കുന്നു ഇന്നുമെന്നും യേശു ജീവിക്കുന്നു. ജീവിക്കുന്നു യേശു, ജീവിക്കുന്നു ഇന്നുമെന്നും യേശു ജീവിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവനാമ മഹത്വം, യേശുപ്പാടെ നാമം മഹത്വമായി തീരട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് എടുക്കുന്ന വേദഭാഗം ഹല്ലേലൂയ സ്തോത്രം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 മുതൽ 6 വരെയുള്ള ഭാഗം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 മുതൽ 6 വരെയുള്ള ഭാഗം. ഹല്ലേലൂയ. അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനയിലെ നഥനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവരും പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. ഹല്ലേലൂയ. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്ത് ഭാഗത്തേക്ക് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വല ഹല്ലേലൂയ അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒരു വേദഭാഗം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി മരിച്ച് അടക്കപ്പെട്ട് ആ കല്ലറയെ ഭേദിച്ചുകൊണ്ട് ജയിച്ചു വരുന്ന ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ കേൾക്കാൻ പറ്റില്ലേ? കേൾക്കാൻ പറ്റുമോ? സ്തോത്രം. കല്ലറയെ ഭേദിച്ചു വന്നിട്ട് ആരെങ്കിലും അൺമ്യൂട്ട് ആവുമ്പോ അങ്ങനെ ആവുന്നതാ. കണ്ടിന്യൂ. സ്തോത്രം. കല്ലറയെ ജയിച്ചു വന്ന ആ കർത്താവിന്റെ അത്ഭുതത്തെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് കല്ലറയെ ഭേദിച്ച് കല്ലറയിൽ ജയിച്ച് കർത്താവ് കാൽവറി ക്രൂശിൽ യാഗമായത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണെന്നുള്ളൊരു ഉത്തമ ബോധ്യം കർത്താവ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ സ്തോത്രം.
ഹാലലൂയ അപ്പോൾ ഇവിടെ പറയുകയാണ്, അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയെ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായെന്ന്. അപ്പോൾ അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയെ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ആ ഒരു പറയുന്നതിന്റെ കാര്യമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് യേശു കൈയും വിലാപ്പുറവും അവരെ കാണിക്കുക. ഹല്ലേലൂയ. അപ്പം ഈ യേശു കർത്താവ് പിന്നെ നമുക്കറിയാം, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതിരാവിലെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ആ ദിവസം തന്നെ വൈകുന്നേരമായപ്പോൾ ആ കർത്താവ് ഈ യഹൂദന്മാരെയും അധികാരികളെയും പേടിച്ചിരിക്കുന്ന ശിഷ്യന്മാരെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ. അപ്പം ഈ ശിഷ്യന്മാർ പേടിച്ചിരിക്കുമ്പോൾ അവരുടെ മധ്യേ ഹല്ലേലൂയ മഹത്വമായിട്ട് ഹല്ലേലൂയ ദൈവത്തിൻ ശരീരം ധരിച്ചുകൊണ്ട് അവരുടെ മധ്യേ വന്നിട്ട് ഹല്ലേലൂയ പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നത് എന്താണ്? ഹല്ലേലൂയ, ഈ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുകയാ. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് തന്നെ വിലാപ്പുറവും ഹല്ലേലൂയ ആണിപ്പഴുതുള്ള കൈയും കാണിക്കുക. എന്തുകൊണ്ടായിരിക്കും കർത്താവ് ആ ആണിപ്പഴുതുള്ള കൈയും വിലാപ്പുറവും കാണിക്കാനുള്ള കാരണം അവരിലൊരു ഭയം കൂടിയിരിക്കുക. ഹല്ലേലൂയ. ഭയത്തിന്റെ ഒരു ആത്മാവ് അവരെ പിടിപെട്ടത് കൊണ്ടാണ് കർത്താവ് അവരെ ആണിപ്പഴുതുള്ള കൈയും ആ വിലാപ്പുറവും കാണിക്കാൻ ഇടയായത്. ഹല്ലേലൂയ. നമ്മൾക്കും ഇന്ന് ഈ ഹല്ലേലൂയ സൂം പ്ലാറ്റ്ഫോമിലൂടെ അനേകര് കേട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിനകത്ത് അനേകര് ഭയത്തിന്റെ ഒരു ആത്മാവ് പിടിപെട്ടിരിക്കുക. കാരണം ദൈവത്തെ അറിഞ്ഞ് ഇറങ്ങിയിട്ടും ഹല്ലേലൂയ ചില പ്രതിസന്ധികൾ വരുമ്പോൾ, ചില ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ ചില ഹല്ലേലൂയ തടസ്സങ്ങൾ വരുമ്പോൾ, അതായത് ഹല്ലേലൂയ നമ്മൾ ഇറങ്ങി പക്ഷെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ ചില തടസ്സങ്ങൾ നമ്മളെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന. പക്ഷെ യേശു കർത്താവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ കൈ പിടിച്ച് ഉയർത്തുമെന്ന് ദൈവത്തിന്റെ തിരുവചനത്തിൽ പറയുന്നുണ്ടെങ്കിൽ ആ വചനം ക്രിയ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരും, നീ അറിയാത്തതും അഗോചരവുമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തുമെന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33:3 പറയുന്നുണ്ട്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഈ ശിഷ്യന്മാര് എന്ത് ചെയ്യുക? അത് കഴിഞ്ഞിട്ട് കർത്താവ് അവരെ പറഞ്ഞേൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. 21-ാമത്തെ വാക്യത്തിൽ യേശു പിന്നെയും അവരോട് പറയാ, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് മാനവജാതികളുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിലായത്? കർത്താവ് നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടിയാ. അതുകൊണ്ടാണ് 1 പത്രോസ് 2:9 പറയുന്നു, നാം പാപം സംബന്ധിച്ചു മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് ഹല്ലേലൂയ നമ്മുടെ പാപങ്ങളെ വഹിച്ചു കാൽവറി ക്രൂശിൽ യാഗമായെന്ന്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു യാഗമായെങ്കിൽ അത് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. നമ്മളെ ഓരോരുത്തരെയും കർത്താവിന്റെ പദ്ധതിക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാ, എങ്കിൽ രക്ഷിക്കപ്പെട്ട നമുക്കോ അത് ദൈവശക്തിയാകുന്നു. ആ ദൈവശക്തി ഓരോരുത്തരിലും വ്യാപരിക്കുമ്പോൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി എന്താണ്, തെരഞ്ഞെടുപ്പ് എന്താണ്, അതറിഞ്ഞുകൊണ്ട് ആ പർപ്പസിനനുസരിച്ച് നമ്മൾ ഓട്ടം ഓടുന്നവരാകണം. നമ്മൾ വീട്ടിനകത്ത് ഒതുക്കപ്പെട്ടവരാകാതെ, ഹല്ലേലൂയ പറയും കീഴിൽ ഒതുക്കപ്പെട്ടവരാകാതെ, ഹല്ലേലൂയ തണ്ടിന്മേൽ ശോഭിച്ചു നിന്ന് അനേകരിലേക്ക് ആ വെളിച്ചം പകരുന്നവരാകണം. ഹല്ലേലൂയ. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഈ സ്തോത്രം, ഈ പത്രോസും ഈ ശിഷ്യന്മാരെ നമ്മളെ വിളിച്ചു വേർതിരിക്കുന്ന, അതായത് പടക് വിട്ട് ഇറങ്ങിയ, അതായത് പത്രോസും കൂട്ടരും പടക് വിട്ടിറങ്ങിയവരാ. പക്ഷെ ഈ പടകിനെ പിന്നെയും തിരിച്ചു പിടിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഇവിടെ കാണുന്നത്, ഈ വേദഭാഗത്തിലൂടെ കാണുന്നത്. അത് മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വേദഭാഗം ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? സ്തോത്രം. മാർക്കോസ് 1:16. ഹല്ലേലൂയ. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയാസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു.
ഉടനെ അവർ വല വിട്ട് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഗലീല കടപ്പുറത്തിലേക്ക് യേശു കർത്താവ് വരുമ്പോൾ ശിഷ്യൻ, അതായത് ഷീമോനും അന്ത്രയോസും, അവര് കടലില് വലയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കർത്താവ് പറഞ്ഞ എന്താ, നീ ആ വലയും വള്ളവും വിട്ട് എന്നെ അനുഗമിക്കുവാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്നും അവര് ആ പടകിനെ വള്ളത്തെയും വിട്ടുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നേ. അതായത് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും, ഇനി നിങ്ങൾക്ക് മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് കർത്താവ് പ്രോഫിസ് കൊടുക്കുക അവർക്ക്. അത് കഴിഞ്ഞ് സെബദി മക്കളായ യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചു വേർതിരിക്കുക. ഇവരെ വിളിച്ചു വേർതിരിക്കുമ്പോൾ കർത്താവ് അവരെ തെരഞ്ഞെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പും വിളിയുമുണ്ട്. അതായത് മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, കർത്താവ് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അവർക്ക് ഭൂതങ്ങളുടെ മേലുള്ള അധികാരം കൊടുക്കുക, വ്യാധികളുടെ മേലുള്ള അധികാരം കൊടുക്കുക, ദീനത്തിന്റെ മേലുള്ള അധികാരം കൊടുക്കുക. എന്നിട്ട് അവരെ പറഞ്ഞയക്കുക ക്രിസ്തു. ഹല്ലേലൂയ. സുവിശേഷത്തിന് വേണ്ടി, അനേകരെ നേടുവാൻ വേണ്ടി, അനേകരിലേക്ക് ആ ജീവന്റെ വചനം ചെല്ലുവാൻ വേണ്ടി അവരെ തിരഞ്ഞെടുത്തിട്ട് അയക്കുക. ഹല്ലേലൂയ. ഇത് അറിഞ്ഞുകൊണ്ട് അന്നേരം തിരിച്ചു വന്നിട്ട് വചനം പറഞ്ഞ് തിരിച്ചു വരുന്ന ശിഷ്യന്മാര് പറയുക, ഹല്ലേലൂയ, ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ ഭൂതങ്ങൾ വിട്ടുമാറിയെന്ന്. കർത്താവ് അപ്പോൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഭൂതങ്ങൾ വിട്ടുമാറുന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കുന്നത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതുന്നതിലായിരിക്കണം നിങ്ങളുടെ സന്തോഷം. പല അത്ഭുതങ്ങളും നടക്കും, അടയാളങ്ങൾ നടക്കും, അതിനകത്ത് കാര്യമില്ല. കർത്താവിന്റെ വേല നമ്മൾ പ്രാഗൽഭ്യത്തോടെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ നിത്യതയില് ഒരു വിളിയും ഹല്ലേലൂയ നിത്യതയിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. അവിടുന്ന് അവരെ പിന്നെ തിരഞ്ഞ് ആ പത്രോസും യോഹന്നാൻ ആ ശിഷ്യന്മാർ എന്ത് ചെയ്യാം, ഇതുപോലെ ഹല്ലേലൂയ പിന്നെ അവരെ വേലക്കായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 7 അപ്പം കൊണ്ടും കുറെ ചെറുമീനുകളും കൊടുത്തിട്ട് ഹല്ലേലൂയ കർത്താവ് അവിടെ അനേകരെ കുരുടര്, മുടന്തര്, ഹല്ലേലൂയ രോഗികള്, പിന്നെ ഇങ്ങനെ മുടന്തരായവര് എല്ലാവരും വന്നു നിൽക്കുക കർത്താവിന്റെ സന്നിധിയിൽ വചനം കേൾക്കാൻ. അവര് 3 ദിവസം കൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുക. അപ്പോ അവർക്ക് എന്ത് ചെയ്തു, ഈ അപ്പത്തെ പോഷിപ്പിച്ചവരെ ഹല്ലേലൂയ അവർ വഴിയിൽ തളർന്നു പോകാതിരിക്കുവാൻ അവർക്ക് ഹല്ലേലൂയ ഭക്ഷണം കൊടുത്ത് അവരെ തൃപ്തരാക്കി വിടുന്ന ഒരു കർത്താവിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഹല്ലേലൂയ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുക, അവരെല്ലാം തിന്ന് തൃപ്തരായി പോയി, പക്ഷെ അവര് എന്നെ ആരായിട്ടാണ് ഹല്ലേലൂയ കരുതിയിരിക്കുന്നത്. അപ്പം കർത്താവിനോടുത്ത് പറയുന്ന ശിഷ്യന്മാര് പറയുക, ഹല്ലേലൂയ കർത്താവെ, നിന്നെ ഒരു യിരെമ്യാ പ്രവാചകനെന്നോ അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകനെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രവാചകനായിട്ടോ ആണ് അവര് നിന്നെ കണ്ടിരിക്കുന്നത്, അപ്പം തിന്ന് തൃപ്തരായ കൊണ്ടല്ല. ഹല്ലേലൂയ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഹല്ലേലൂയ ഒരു വിടുതൽ കണ്ടുകൊണ്ടല്ല നമ്മളെ കർത്താവ് അതെല്ലാം നടക്കും. നമ്മൾ നടന്നു പോകുമ്പോൾ നിഴൽ തട്ടിയാൽ, കർത്താവ് പറയുന്ന എന്റെ നിഴൽ തട്ടിയാൽ മതി, അവിടെ രോഗികൾ സൗഖ്യമാകും. അതിനകത്ത് നമുക്കല്ല പ്രശംസ, കർത്താവിന് മാത്രമാ പ്രശംസ. നാം ജഡത്തിൽ വസിക്കുമ്പോൾ നാം ബലഹീനരാ, പക്ഷേ ജഡം ആത്മാവ് ഒരുക്കമുള്ളതാ. അതാ ജഡമോ ബലഹീനം, ആത്മാവോ ഒരുക്കമുള്ളതാണെന്ന് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. ഇവരെ പിന്നെ ഫിലിപ്പീസിന്റെ കൈസർ എന്ന് പറയുന്ന ദേശത്തേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് ഇവര് ആരാണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരാ, എന്റെ കൂടെ നടന്ന് എന്റെ അത്ഭുത പ്രവർത്തികൾ കണ്ട് എന്റെ വചനങ്ങൾ നിങ്ങൾ ശ്രവിച്ചു, പക്ഷെ നിങ്ങൾ എന്നെ ആരായിട്ടാണ് കരുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം അതിനകത്ത് പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറയുക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. ആ വെളിപ്പാട് പത്രോസിന് കിട്ടുക അവിടെ. ഹല്ലേലൂയ. ഈ പത്രോസിന്റെ അടുത്ത് പറയാ, ഇത് നിന്നെ അറിയിച്ചത് ജഡരക്തങ്ങളോ മാംസരക്തങ്ങളോ അല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നേന്ന്. ഹല്ലേലൂയ. അപ്പൊ അവിടെ ശീമോനെ, ഹല്ലേലൂയ, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ആരാ? പിതാവാം ദൈവമാണ് നിനക്ക് വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് ശീമോൻ എന്ന് പറഞ്ഞാൽ വഴുവഴുപ്പുള്ളവനാ. ഹല്ലേലൂയ. അവന് ഉറപ്പില്ല, പക്ഷെ അവനെ പത്രോസാക്കുക, പാറയാക്കുക. ഹല്ലേലൂയ.
പത്രോസാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുന്നു. ഹല്ലേലൂയ. നമ്മളെ ഉറപ്പുള്ളവരാക്കിയാണ് ഈ സഭയിൽ നിർത്തിയിരിക്കുന്നുണ്ടെങ്കിൽ, ഈ കൂട്ടായ്മയിൽ നിർത്തിയിരിക്കുന്നുണ്ടെങ്കിൽ, ആ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും അതിലൊന്നും നാം തളർന്നു പോകരുത്. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തനാ. ആ കർത്താവിന്റെ പദ്ധതിക്ക് നമ്മളെ ഒരുക്കി തീർക്കണം. നമ്മളെ ഓരോരുത്തരെയും കർത്താവിന് വേണ്ടി സമർപ്പിക്കണം. ഹല്ലേലൂയ. ജഡമോഹമുണ്ട്, ജീവനത്തിന്റെ പ്രതാപമുണ്ട്, ഹല്ലേലൂയ, കൺമോഹമുണ്ട്. ഇതെല്ലാം ലോകത്തിൽ നിന്ന് വരുന്നതാ. പക്ഷെ ലോകത്തെ നമ്മൾ ജയിക്കണം. ലോകത്തെ ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം നിർവ്യാജ സ്നേഹമാ. അത് തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊണ്ടിരിക്കുവാൻ കർത്താവ് അവിടുന്ന് ഇടവരുത്തും. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. കർത്താവിന്റെ വചനമാണ് ജീവൻ നൽകുന്നത്. അത് ജീവിപ്പിക്കുന്ന വചനമാ. അത് ജീവൻ പകരുന്ന വചനമാ. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കുമെന്ന് നമ്മൾ പറയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങൾ ഇങ്ങനെ ഒരു വചനം പറഞ്ഞത്. ഹല്ലേലൂയ. സദൃശ്യവാക്യങ്ങൾ 30:8 പറയുന്നു, വ്യാജവും ഫോഷ്കും എന്നോട് അടുക്കരുതേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരരുത്, പക്ഷെ എനിക്ക് നിത്യവൃത്തി തന്നിട്ട് എന്നെ പരിപോഷിപ്പിക്കണമെന്ന്. ഹല്ലേലൂയ. സമ്പത്ത് കൂടിക്കഴിഞ്ഞാൽ, ദ്രവ്യാഗ്രഹം കൂടിക്കഴിഞ്ഞാൽ സകല ദോഷത്തിന് മൂല കാരണമാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പ്രാഗൽഭ്യത്തോടെ നമ്മൾ പറയണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമ്മുടെ നാവിന്റെ കെട്ടുകളെ കർത്താവ് അഴിക്കും. ഹല്ലേലൂയ. നമ്മളെ കെട്ടിവെച്ചിരിക്കുന്ന നാവ്, നമ്മൾ വിചാരിക്കുന്ന നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പക്ഷെ ഞാനിരുന്ന് പറയുന്നത് എന്റെ കഴിവോ എന്റെ മിടുക്കോ എന്റെ ഹല്ലേലൂയ പൊങ്ങച്ചമോ ഒന്നുമല്ല. എനിക്ക് കഴിവൊന്നുമില്ല. എന്റെ അപ്പയാണ് എന്റെ എടുത്ത് ഉപയോഗിക്കുന്നത്. ഇന്ന് ഞാൻ നിൽക്കുന്നതും ഹല്ലേലൂയ, ഞാൻ വീണ് കിടക്കുന്നിടത്തുനിന്ന് എന്നെ എഴുന്നേൽപ്പിച്ചവളാ. ഹല്ലേലൂയ. എല്ലാ രീതിയിലും എന്നെ തകർത്ത് കളഞ്ഞതാ. പക്ഷെ ആ രീതി അവിടേക്ക് നിർത്തുവാൻ ബലം തന്ന് ശക്തീകരിച്ചത് എന്റെ അപ്പയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ മാസവും എനിക്കൊരു ആക്സിഡന്റ് പറ്റി. ഹല്ലേലൂയ. ആ ആക്സിഡന്റിൽ നിന്നും എന്നെ ഇത്രത്തോളം ബലപ്പെടുത്തിയത് പക്ഷേ ഹല്ലേലൂയ പിശാച് ഹല്ലേലൂയ ദൈവം അനുവദിച്ചതാ. പക്ഷെ അത് നമ്മളെ ഇവിടെ ഇരുത്തി ഒന്ന് പണിതെടുക്കുവാൻ, ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നല്ലൊരു മാനപാത്രമാക്കുവാൻ, ഒരു നല്ല പൊന്നാക്കി. ഇവിടെ ഹല്ലേലൂയ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്പൊ വായിച്ചല്ലോ, 20 ഹല്ലേലൂയ 10 അല്ല 23:10 വായിച്ചു. എന്നെ എന്ത് ചെയ്യണം? ശോധന ചെയ്ത്, ഞാൻ ശോധന ചെയ്താൽ എന്ത് പറ്റും? എന്നെ പുറത്ത് ഒരു പൊന്നാക്കി പുറത്തു വരുമെന്ന്. ഹല്ലേലൂയ. ഒരു പൊന്നിന്റെ പ്രത്യേകത എന്തോ? അപ്പൊ ഒരു സ്വർണം കൊണ്ട് തീയിലിട്ടാൽ അത് ഉരുകി എന്താണ്? ഹല്ലേലൂയ കീടങ്ങൾ മാറും, നല്ലത് വേർതിരിയും. അതുപോലെ ഹല്ലേലൂയ ദൈവം നല്ലതിനെയും തീയതിനെയും വേർതിരിച്ചു നിർത്തും. ഹല്ലേലൂയ. നല്ലതിനെയും തീയതിനെ വേർതിരിച്ചു, തീയതിനെ ഹല്ലേലൂയ പതിരായതിനെ അതിന് കെടാത്ത തീയിലിട്ട് കളയുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ലോകക്കാർ ഏതു വഴിയിലാ നടക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്നുണ്ടോ? പക്ഷെ അവര് പറയുമെങ്കിലും അവര് ദൈവത്തെ അറിയുന്നില്ല. അവര് ജഡമോഹങ്ങളിൽ ജീവിക്കുക. അതുകൊണ്ട് അവര് പാപത്തിൽ തന്നെ മുഴുകി കടന്നിട്ട് അവര് മരിച്ചടക്കപ്പെട്ടു പോകുന്ന എങ്ങോട്ടാ? നിത്യ നരകത്തിന്. ഹല്ലേലൂയ. ഈ സത്യം അവരറിയാതിരിക്കുക. പക്ഷെ അവരുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുന്ന പിശാചിന്റെ തന്ത്രമുണ്ട്. ഇതിനെ നാം ജയിക്കണം. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് നമുക്കറിയാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് നമുക്കറിയാം. ആ പത്രോസിനെ പാറയാക്കി ഉറപ്പുള്ളവനാക്കി നിർത്തുക കർത്താവ്. അത് കഴിഞ്ഞ് കർത്താവിന്റെ ക്രൂശാരോഹണമാകുമ്പോൾ കർത്താവ് ഹല്ലേലൂയ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ വിട്ടുമാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ ഇടയനെ വെട്ടുമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അവിടെ പറയുന്ന എന്താണ്? ഹല്ലേലൂയ. അപ്പം പത്രോസ് തന്നെ പറയുക, ഹല്ലേലൂയ ആര് തള്ളിപ്പറഞ്ഞാലും കർത്താവേ ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല, നിന്റെ കൂടെ മരിക്കാൻ ഞാൻ ഒരുക്കുക. അപ്പോൾ തന്നെ കർത്താവ് പറയുക. പക്ഷെ ജഡത്തില് ഹല്ലേലൂയ ജഡപ്രവൃത്തി അപ്പം തന്നെ മനസ്സിലാകുക. കാരണം ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് പറയുക, ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും നിന്റെ കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പത്രോസ് പറയുമ്പോൾ പത്രോസിന്റെ അടുത്ത് അന്നേരം തന്നെ കർത്താവ് പറയുക, നീ ഇന്ന് കോഴി 2 വട്ടം കൂകുന്നതിന് മുമ്പേ 3 വട്ടം എന്നെ തള്ളിപ്പറയുന്നു. സത്യമായില്ലേ? കർത്താവ് പറഞ്ഞാൽ അത് വാക്കാ. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജഡത്തെ ഭരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചിന്തകളെ
ഭരിക്കുന്ന കാര്യങ്ങളുണ്ട്, ഹാലേലൂയ ജഡത്തിന്റെ പ്രവർത്തികളുണ്ട്. ഇതെല്ലാം നമ്മൾ അഴിച്ചെങ്കിൽ മാത്രമേ, ഇതിനകത്തെല്ലാം നമ്മൾ വിടുതൽ പ്രാപിക്കണം. അത് ഒരു പാസ്റ്ററിനോട് വിളിച്ച് പറഞ്ഞാലോ ഹാലേലൂയ അവരൊന്നും നമുക്ക് തരത്തില്ല. കാരണം നമ്മൾ കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് പ്രാപിക്കേണ്ടതാ. നമ്മൾ പ്രാർത്ഥനാ വിഷയം എപ്പോഴും നമ്മുടെ റാണി പാസ്റ്റർ പറയുമല്ലോ, നിങ്ങൾ പ്രാർത്ഥനാ വിഷയം ആരുടെയും കയ്യിൽ ഫരമേൽപ്പിക്കരുത്. കാരണം നിങ്ങൾ നിങ്ങളുടെ അപ്പായുടെ സ്ഥാനത്ത് മുട്ടുമടക്കുക. അവിടെ ഹാലേലൂയ പ്രവർത്തിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. ആ ദൈവിക സാന്നിധ്യമാണ് നമ്മെ ഇന്നും നിലനിർത്തുന്നത്. ഹാലേലൂയ എവിടെ തളരുന്നോ, ഞാനും ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങള് വർഷങ്ങളോളം ഇങ്ങനെ പറഞ്ഞു കിടന്നെയാ. പക്ഷെ എനിക്ക് ഒരാൾ ഇതുപോലെ കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ ആണെന്ന് പറഞ്ഞേ, ഹാലേലൂയ ആദ്യം കയറുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല. റാണി പാസ്റ്ററിന്റെ മെസ്സേജ് കേൾക്കുമ്പോ ആദ്യം ഒന്നും മനസ്സിലാവത്തില്ല എന്ന്. ഹാലേലൂയ സത്യമാ, ഞാനും എനിക്ക് ഇതേപോലെ മെസ്സേജ് ഇട്ട് തന്നെയാ റാണി പാസ്റ്ററിന്റെ മെസ്സേജ്. അന്ന് എന്ത് കേറിയപ്പോഴെന്ത് ചെയ്തെന്നറിയോ, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ആ കുട്ടിയെടുത്ത് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല, ഇതെന്താ പറയുന്നേ എന്ന് ചോദിച്ചു. ഞാൻ അത് കേറിയില്ല. പിന്നെ കുറെ നാള് ഞാൻ അല്ലാതെ യൂട്യൂബിനകത്ത് എങ്ങും റാണി പാസ്റ്ററിനെ കണ്ടിട്ടില്ല. അന്ന് ആ കുട്ടിയിട്ട് തന്നപ്പോഴാണ് റാണി പാസ്റ്ററിനെ കാണുന്നതും. അന്നാണ് ഞാൻ ആ മെസ്സേജ് കേട്ടെങ്കിലും എനിക്ക് നമ്മുടെ ഹൃദയത്തിൽ അത് പതിച്ചിട്ടില്ല. പക്ഷേ പിന്നീട് ഹാലേലൂയ ഇങ്ങനെ യൂട്യൂബിൽ വന്ന് കിടന്നപ്പോ എന്റെ കണ്ണിനെ അതങ്ങ് അറ്റാക്കാക്കി. അപ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് കയറി ജോയിൻ ചെയ്ത് ഞാൻ മെസ്സേജുകൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെയാണ് എന്നെ ഹാലേലൂയ ഈ വിധത്തിൽ പണിതെടുക്കുക കർത്താവ് ഉപയോഗിച്ചത്. കർത്താവ് കണ്ടവരെ എന്നായാലും തിരിച്ച് പിടിച്ച് കെട്ടിയാലും കൊണ്ടുവന്നാക്കും. ഹാലേലൂയ നല്ല സ്ഥാനത്തായിരിക്കണം കർത്താവ്. പലപ്പോഴും ഈ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അന്ത്യകാലത്ത് ആളുകൾ സത്യമാർഗം വെടിഞ്ഞിട്ട് കർണരസം നൽകുന്ന പ്രസംഗങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്തീയ ജീവിതം അതിന്റെ ശക്തി ത്യജിച്ചു പോകുന്നു. ഹാലേലൂയ വേഷത്തിൽ ഭക്തരായി അഭിനയിച്ചുകൊണ്ട് നടക്കും. ഹാലേലൂയ കർത്താവ് അതല്ല ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ അന്ത്യകാലങ്ങൾ പൗലോസ് പറഞ്ഞ എത്ര വ്യക്തതയോടാ ഇന്ന് നമ്മൾ വചനങ്ങൾ കേൾക്കും. പലരും എന്തോ പ്രോസ്പെരിറ്റിക്കും ഹാലേലൂയ വിടുതലിനും ഒക്കെയാ. പക്ഷേ ക്രൂശിന്റെ വചനം കർത്താവ് പറയുന്നത് എന്തുവാ, കഷ്ടത സഹിക്കുന്നവരാ ഹാലേലൂയ ഗുണമുള്ളവരായി തീരുന്നത്. ആ കഷ്ടത ഹാലേലൂയ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരും. അത് നമ്മൾ ധൈര്യപ്പെട്ടിരിക്കണം. അതിൽ നമ്മൾ ധൈര്യമില്ലാത്തവരല്ല, ധൈര്യപ്പെട്ടിരിക്കണം. ആ കഷ്ടതയെ നാം ജയിക്കണം. അത് നാം എങ്ങനെ പ്രാപിക്കേണ്ടത്, നാം നമ്മുടെ അപ്പായുടെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നമുക്ക് മറുപടി തരുന്ന ദൈവമാ. ഹാലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ഇടപെടലുകൾ ഓരോ മക്കളുടെ മേലും ഉണ്ടാകട്ടെ. വരുന്ന മക്കൾ വചനം കേട്ട് വെറുതെ പോകാതെ അവരെ ഹൃദയത്തിൽ അത് ടച്ച് ചെയ്ത് അവർ ഹാലേലൂയ ക്രമീകരണത്തിലാകുവാൻ വേണ്ടിയാ. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവ് പറയുന്ന എന്താ, നമ്മൾ ക്രമീകരിക്കുവാനാ. വചനം അത് ജീവിപ്പിക്കുന്ന വചനമാ. അത് ഇരുവാൾ തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയ വചനമാ. അത് സന്ധി മച്ചകളെയും മാംസങ്ങളെയും തുളച്ചു ചെല്ലുവാൻ കഴിവുള്ള വചനമാ. ഒരു വ്യക്തിയെ രൂപാന്തരത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് നടത്തുന്നത് ദൈവത്തിന്റെ തിരുവചനം മാത്ര. അത് പരിശുദ്ധാത്മാവ് നമ്മളെ ക്രിയ ചെയ്യുമ്പോൾ ഞാൻ എന്ന വ്യക്തി മാറി. പിന്നെ അവിടെ പ്രവർത്തിക്കുന്നത് ക്രിസ്തുവാ. പിന്നെ നമുക്കല്ല മഹത്വം, കർത്താവിനാ മഹത്വം. നാം ജഡത്തിൽ വസിക്കുന്നവരാ. നമ്മുടെ ജഡം, അതുകൊണ്ടാണ് കൊലോസ്യർക്ക് എഴുതിയ 3:3 ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവേശുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണെന്ന്. ഹാലേലൂയ എത്ര വാസ്തവം. പക്ഷെ അത് ജഡം എന്താണ്, മരിക്കണം. ഹാലേലൂയ ജഡത്തിന്റെ പ്രവൃത്തി. ഈ റോമർക്ക് എഴുതിയ ലേഖനം ഹാലേലൂയ 8:6 പറയുന്നത്, ഹാലേലൂയ ജഡത്തിന്റെ പ്രവൃത്തി മരണമാ, പക്ഷെ ആത്മാവിന്റെ പ്രവൃത്തിയോ ജീവനും സമാധാനവും. സമാധാനം തരാനാ നമ്മുടെ കർത്താവ് വന്നേ. ലോകം തരുന്ന സമാധാനമല്ല, ദൈവം നമുക്ക് തന്നേക്കുന്നത് നിത്യതയിലെ സമാധാനമാ. അത് എന്നും നിലനിൽക്കുന്നത്. അത് ആർക്കും നമ്മളിൽ നിന്ന് അപഹരിക്കാൻ കഴിയില്ല. ഹാലേലൂയ ദൈവത്തിന്റെ സ്നേഹം അത് എല്ലാവർക്കും നിർവ്യാജ്യമായി. അത് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസ്ക്ക് ലേഖനം എഴുതിയപ്പോൾ, 2ാമത്തെ ലേഖനം എഴുതിയപ്പോൾ ഹാലേലൂയ ഈ കാരാഗ്രഹത്തിൽ കടന്ന് ആത്മാവിൽ എഴുതുക പൗലോസ്. ആത്മാവിൽ എഴുതിയപ്പോൾ നിജപുത്രനായ തിമോത്തിയോസിനോട് പറയുക, ഹാലേലൂയ നീ ഹാലേലൂയ എന്താണ്, വചനത്തെ പ്രതി ലജ്ജിക്കരുതെന്ന്, സുവിശേഷത്തെ പ്രതി നീ ലജ്ജിക്കരുത്. നിനക്ക് ഞാൻ ഹാലേലൂയ ദൈവം നമുക്ക് തന്നതിന് ഏതാത്മാവിനെയാ, ഹാലേലൂയ ശക്തിയുടെയും സുബോധത്തിന്റെയും ഹാലേലൂയ പരിജ്ഞാനത്തിന്റെയും ഹാലേലൂയ ആത്മാവിനെ അത്രേ. ആ
ശക്തി നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നാം അല്ല പിന്നെ അവിടെ പ്രവർത്തിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവാ. ഹല്ലേലൂയ, അവന് മാത്രമാ മഹത്വം. അതുകൊണ്ടാണ് ആ തിമോത്തിയോസിനെ ബലപ്പെടുത്തുക, നിന്നിലുള്ള നിർവ്യാജ വിശ്വാസം. ഹല്ലേലൂയ, ആ പൗലോസ് പറയുക, നിന്നിലുള്ള നിർവ്യാജ വിശ്വാസം അത് ആരിൽ നിന്ന് വന്നതാ? ഹല്ലേലൂയ, നിന്റെ അമ്മൂമ്മ ലൂവീസിലും അമ്മ യുനീക്കയിലും നിന്നും നിനക്കുണ്ടായതാ. അപ്പൊ നമ്മുടെ അമ്മ അപ്പന്മാരുടെ പ്രാർത്ഥന മക്കൾക്ക് ഏറെ ഫലിക്കുന്നതാ. ഹല്ലേലൂയ, നമ്മൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന വിഷയത്തില് നമ്മുടെ അപ്പന്മാര്, ഹല്ലേലൂയ, നമ്മുടെ അപ്പനും അമ്മയും നമ്മൾ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇടപെടുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. ആ ദൈവിക സാന്നിധ്യത്തിലായിരിക്കണം നാം പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ലോകത്തിന്റെ ഇമ്പത്തോ ഹല്ലേലൂയ ഒരു പ്രോസ്പെരിറ്റിക്കോ വേണ്ടി ആകരുത് നമ്മുടെ വചന പ്രഘോഷണം ഒരുവനെ ജീവനിലേക്ക് നടത്തണം. ഹല്ലേലൂയ, മരിച്ചു കിടക്കുന്നവരെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരണം. ഹല്ലേലൂയ, മരിച്ച അവസ്ഥയിൽ ഇരിക്കുന്നവരെ പുനർജീവൻ കൊടുത്ത് കൊണ്ടുവരണം. ഹല്ലേലൂയ, ഇതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നു, ഹല്ലേലൂയ, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതിരാവിലെ ഹല്ലേലൂയ ഇരുട്ടുള്ളപ്പോ തന്നെയാണ് മഗ്ദലക്കാരത്തി മറിയ കല്ലറയിലേക്ക് വരുന്നത്. ഹല്ലേലൂയ, അപ്പോ ആ മഗ്ദലക്കാരത്തി മറിയ കാണുന്ന എന്താണ്? കല്ലറയുടെ വാതിൽ തുറന്നു കിടക്കുന്നു, ആരെയും കാണുന്നില്ല അവിടെ. ഹല്ലേലൂയ, ഓടിപ്പോയി ശിഷ്യന്മാരെ അറിയിക്കുക. ഹല്ലേലൂയ, പത്രോസും യോഹന്നാനും ഹല്ലേലൂയ ഇത് കേട്ടുകൊണ്ട് ഓടി വരിക. പക്ഷേ ഓട്ടത്തിൽ ആര് മുമ്പനായി തീർന്നു? ഹല്ലേലൂയ, ദൈവത്തിന്റെ മാറോട് ചേർന്നിരുന്ന ശിഷ്യനായ യോഹന്നാനാണ് ആദ്യം ഓടിയെത്തുന്നത്. എന്തുകൊണ്ട് പുറകിലായി പോയി പത്രോസ്? കാരണം അവന്റെ ഉള്ളിലേക്ക് എന്ത് വന്നു? കാരണം കഴിഞ്ഞ ആ കർത്താവ് ഹല്ലേലൂയ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പം ആ തള്ളിപ്പറഞ്ഞ ഓർമ്മ അവനെ അതൊരു ഭാരമായി, അവന്റെ ഹൃദയത്തിൽ ഒരു ഭാരമായി. കർത്താവേ, ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ എന്നോർത്തുള്ള ഒരു ഭാരം അവന്റെ ഉള്ളിൽ വന്നു. പക്ഷേ അവിടെ നിന്നും അവര് തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ മഗ്ദലക്കാരത്തി മറിയ അവിടെ നിന്ന് കരയുക, കണ്ണുനീരൊഴുക്കി ഹല്ലേലൂയ, എന്റെ കർത്താവിനെ എനിക്ക് കണ്ടേച്ചേ പോകും. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ എന്റെ കർത്താവിനെ കാണണമെന്ന് വിചാരിക്കുന്നവർക്ക് ദൈവദർശനത്തിലൂടെ കർത്താവ് അവിടുന്ന് ഇടപെടും. അവർക്ക് വാഞ്ചയോ, നമ്മുടെ ഹൃദയത്തിനൊരു വാഞ്ച വേണം, എന്റെ കർത്താവിനെ ഞാൻ കാണുമെന്ന്. മഗ്ദലക്കാരത്തി മറിയ ഇത് തന്നെ പറഞ്ഞത്, ഞാൻ എന്റെ കർത്താവിനെ കണ്ടിട്ട് ഇവിടുന്ന് പോകുന്നു. പക്ഷേ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് മഗ്ദലക്കാരത്തി മറിയ കല്ലറയിൽ നിന്ന് കരഞ്ഞോണ്ടിരിക്കുക. ഹല്ലേലൂയ, എന്റെ കർത്താവിനെ എടുത്ത് എവിടെ വെച്ചു? അപ്പോൾ അവള് ഹല്ലേലൂയ, അതുവരെ പത്രോസും യോഹന്നാനും കാണാത്ത ഒരു ദർശനമാണ് ഹല്ലേലൂയ മഗ്ദലക്കാരത്തി മറിയ കാണുന്നത്. ഹല്ലേലൂയ, കർത്താവ് എടുത്ത് തലയ്ക്കലും കാൽക്കലും 2 ദൂതന്മാരെ കാണുന്നു. ദൂതന്മാരെ കാണാനുള്ള ഭാഗ്യം ആർക്ക് കിട്ടി? മഗ്ദലക്കാർ. കാരണം അവള് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുക. ഹല്ലേലൂയ, എന്റെ കർത്താവിനെ കണ്ടിട്ടേ ഇന്ന് പോകൂ എന്നുള്ള ഒരു അടിയുറച്ച വിശ്വാസം അവളിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് അവൾ ഹല്ലേലൂയ ആ പാദപീഠത്തിൽ നിന്ന് മാറിപ്പോകാതെ. പക്ഷെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഹല്ലേലൂയ മഗ്ദലക്കാരത്തി മറിയയുടെ കരച്ചിൽ കേട്ടിട്ട് ഇറങ്ങി വരികയാ. ഹല്ലേലൂയ, സ്തോത്രം. അവൾ പറയുന്നു, ഞാൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് കർത്താവിനെ എന്നെ എടുത്തുകൊണ്ട് വെച്ചത് എവിടെയാണെന്ന്. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്. അവിടെ വേദഭാഗത്തിൽ പറയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, സ്തോത്രം, നീ ആരെ തിരയുന്നു എന്ന് കർത്താവ് ചോദിക്കുക. തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ടാ പറയുന്നത്. ഹല്ലേലൂയ, കർത്താവ് അപ്പം ഹല്ലേലൂയ, അവളപ്പം സ്ത്രീ കരയുന്നത് എന്തിന്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന്. ഹല്ലേലൂയ. അപ്പം ആ മറിയോട് കർത്താവ് പറയുക, മറിയേ എന്ന് ഒറ്റ വിളിച്ചതേ ഉള്ളൂ. അവൾക്ക് ഹല്ലേലൂയ കർത്താവാണെന്ന് മനസ്സിലായി. പക്ഷേ കർത്താവിന്റെ രൂപമായിരുന്നു അവൾ അതുവരെ ആ 33 വയസ്സ് ഹല്ലേലൂയ 33.5 വയസ്സ് വരെ ജീവിച്ച ആ രൂപത്തിലല്ല കർത്താവ് നിന്നത്, വേറെ രൂപത്തിൽ. അതുകൊണ്ടാണ് അവൾ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചത്. ഹല്ലേലൂയ. അപ്പം അവിടെ വന്നിട്ട് കർത്താവ് പറയാ, എന്റെ ഹല്ലേലൂയ ഇവിടെ പറയുന്നുണ്ട്, ഹല്ലേലൂയ മറിയ എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ എന്നെ തൊടരുത്, ഞാൻ എന്റെ പിതാവിന്റെ സന്നിധിയിൽ കയറി പോയിട്ടില്ല എന്ന്. ഹാലേലൂയ, ആ മറിയയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു കർത്താവ്. ഹാലേലൂയ. അത് കഴിഞ്ഞിട്ട് കർത്താവ് അവിടെ പറയുന്നുണ്ട്, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് നീ ശിഷ്യന്മാരോട് പോയി പറയണമെന്ന്. ഹാലേലൂയ. അപ്പൊ മറിയെ കാണാൻ വേണ്ടി കർത്താവ് ഹാലേലൂയ കയറിപ്പോകുന്ന മാത്രയിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവ്. അപ്പൊ നമ്മുടെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുന്ന കർത്താവല്ലേ, നമ്മൾ കരയുന്ന വിഷയത്തിന്മേൽ പ്രവർത്തിക്കുന്ന കർത്താവല്ലേ. നമ്മുടെ വിശ്വാസമാണ് എല്ലാത്തിനും
ആത്മാവിന്റെ മുഖ്യാധാരം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പാ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 11:1 പറയുന്നത് പോലെ നമ്മുടെ വിശ്വാസം ഉറച്ചതായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനെ ദർശിക്കുവാൻ കഴിയുകയുള്ളൂ. ഹാലേലൂയ. യേശു കർത്താവിന്റെ അടുത്ത് ഹാലേലൂയ പടക് വിട്ട പത്രോസ്, ഹാലേലൂയ, അതുകൊണ്ടാണ് നമുക്കറിയാം അവിടെ ഹാലേലൂയ പിന്നെ ഇവിടെ വന്നിട്ട് ഈ സമാധാനം എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയാ, ഞാൻ തരുന്ന സമാധാനം നിങ്ങൾക്ക് എന്നേക്ക് നിലനിൽക്കുന്ന, പക്ഷേ ലോകം തരുന്ന സമാധാനം നമുക്ക് നിൽക്കത്തില്ല. ഹാലേലൂയ. എന്നിട്ട് കർത്താവ് പറഞ്ഞ് ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു എന്ന് ഹാലേലൂയ പറഞ്ഞ ശേഷം ആ കർത്താവ് ഈ ശിഷ്യൻ, പേടിച്ചിരിക്കുന്ന ശിഷ്യൻ, അവർക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് അവരുടെ മേളിലേക്ക് പരിശുദ്ധാത്മാവിനെ ഊതുന്നു, പരിശുദ്ധാത്മാവിനെ കൊടുക്കുക അവർക്ക് അവിടെ. ഹാലേലൂയ. അത് 2-ാമത്തെ അധ്യായം, അതായത് അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ അവരിൽ ഈ പത്രോസിനെയാണ് പിന്നീട് എഴുന്നേൽപ്പിക്കുന്നത്, അല്ലെ? ഹാലേലൂയ, സ്തോത്രം. കർത്താവ് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നവനാ. കർത്താവ് പറഞ്ഞു, നീ പത്രോസെ, നീ പാറയാകുന്നു, ഈ പാറമേലാണ് ഞാൻ എന്റെ സഭയെ പണിയുന്നത്. ഹാലേലൂയ. നമ്മൾ ഓരോരുത്തരും ഓരോ പാറയാ, കർത്താവിന്റെ പാറകളാ. പക്ഷെ ഈ പാറമേൽ കർത്താവ് സഭയെ പണിയാൻ ആഗ്രഹിക്കുക. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കുന്നുണ്ടോ? നമ്മൾ ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഹാലേലൂയ അതെല്ലാം പറഞ്ഞ് പരിതപിച്ചുകൊണ്ടിരിക്കുകയാണോ? കർത്താവ് ഇതാ ചോദിക്കുന്നേ. ഹാലേലൂയ, ഞാൻ നിന്നെ ഹാലേലൂയ അയക്കാന്നെടുത്ത് നീ പോകണം. ഹാലേലൂയ. കർത്താവ് എന്ത് പറയുന്നോ അത് നാം ചെയ്തിരിക്കണം. ഹാലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി അത് ഹാലേലൂയ അത് പ്രവൃത്തി തിരിക്കുക തന്നെ കർത്താവ് ചെയ്യും. നമ്മളിൽ ഓരോരുത്തരും നമ്മൾ വിചാരിക്കും നമുക്ക് കഴിവില്ല, ഹാലേലൂയ നമുക്ക് മിടുക്കില്ല, നമുക്ക് വിദ്യാഭ്യാസമില്ല. ഹാലേലൂയ. ഈ പറഞ്ഞ ഇവർക്ക് ആർക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു ഹാലേലൂയ കർത്താവ് എടുത്ത് ഉപയോഗിച്ചത്. ഹാലേലൂയ. അപ്പൊ നമ്മളെയും കർത്താവ്, നമ്മളൊന്നും തയ്യാറാണെങ്കിൽ, കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ മറ്റ് വിഷയം മാറ്റിക്കള. ഒരു വിഷയം അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞേ, എന്തുടുക്കും, എന്ത് കുടിക്കും, ഹാലേലൂയ എന്ത് ഉടുക്കുമെന്ന് കുറിച്ച് നീ വിചാരപ്പെടേണ്ട, നാളത്തെ ദിവസം നിനക്കായി കരുതുന്നതാകയാൽ നിന്റെ സകല ചിന്താകുലങ്ങളും എന്റെ മേൽ പരമേൽപ്പിക്ക എന്ന് മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിലെ പുഴുവരിക്കുന്നതും തുരുമ്പടിക്കുന്നതും അതിലല്ല നിന്റെ നിക്ഷേപം കൂട്ടേണ്ടത്, ഉയരത്തിലുള്ള തന്നെ ആയിരിക്കും നിക്ഷേപം. അതാ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, ഭൂമിയിലുള്ളതല്ല നീ അന്വേഷിക്കേണ്ടത്, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുവേൻ. ആമേൻ. ഹാലേലൂയ. ഇവിടെ ഹാലേലൂയ അത് കഴിഞ്ഞ് ഇവരെടുത്ത് വരുമ്പോൾ, അതായത് ഇവിടെ ഹാലേലൂയ 12 ശിഷ്യന്മാരുള്ളതിൽ ഒരാള് ഒഴിഞ്ഞു പോയി. അത് നമുക്കറിയാം, ഇസ്കുരിയോത്ത യൂദയാണ്. അവിടെ അത് കഴിഞ്ഞ് 11 ശിഷ്യന്മാരുള്ളതില് ഇവരിയ്ക്കുമ്പോൾ, ഈ മാളിക മുറിയിൽ ഇരിക്കുമ്പോൾ അവിടെ 10 പേരെ ഉള്ളൂ, ഒരാളില്ല. ആരാ? തോമസ്, ദിദിമോസ് എന്ന തോമസ് ഇല്ല. പക്ഷേ ഈ തോമസിന്റെ അടുത്ത് ആ ഹാലേലൂയ ശിഷ്യന്മാര് ഹാലേലൂയ പറയുകയാണ്, കർത്താവ് വന്നിട്ട് പോയി, ഞങ്ങളെ ആണിപ്പഴുതുള്ള കൈ കാണിച്ചു, വിലാപ്പുറം കാണിച്ചു, ഹാലേലൂയ ഞങ്ങൾക്ക് സമാധാനം നൽകി തന്നു, ഹാലേലൂയ ഞങ്ങൾ സന്തോഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ദിദിമോസ് പറയുക, തോമസ് പറയുക, ഞാൻ കർത്താവിനെ കാണാതെ നിങ്ങൾ പറയുന്ന ഞാൻ വിശ്വസിക്കത്തില്ല. ഇന്ന് ഇതിനകത്ത് കർത്താവ് ഹാലേലൂയ സ്തോത്രം നോക്കിയിരിക്കുക, പലതും കണ്ടെങ്കിലേ ഞാൻ വിശ്വസിക്കത്തോളെന്ന് പറഞ്ഞു. അതല്ല കർത്താവ് ആഗ്രഹിക്കുന്ന, നീ വിട്ടുകൊടുക്ക്, അപ്പൊ നിന്നെ കർത്താവ് സന്ദർശിച്ചോളും. ഞാൻ അത് കണ്ടെങ്കിലേ വിശ്വസിക്കുന്നല്ല, കാണാതെ വിശ്വസിക്കുന്നവരാ ഭാഗ്യവാന്മാർ. അതാ കർത്താവ് പറഞ്ഞു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഇവിടെ ഹാലേലൂയ ദിദിമോസ് എന്ന തോമസിനോട് പറയുക, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഹാലേലൂയ ഞാൻ അവന്റെ ഹാലേലൂയ കയ്യിൽ ആണിപ്പഴുത് കാണാതെയും ആണിപ്പഴുതിൽ വിരലിടാതെയും അവന്റെ വിലാപ്പുറത്ത് കൈ ഇടാതെയും ഹാലേലൂയ ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്നവൻ പറയുക. ഹാലേലൂയ. ഈ തോമസിനെ കാണാൻ വേണ്ടി 8 ദിവസം കഴിയുമ്പോൾ പിന്നെയും കർത്താവ് വരികയാ ഈ ശിഷ്യന്മാരുടെ മധ്യേ. അതാരെ കാണാനാ? ഹാലേലൂയ തോമസിനെ. ഹാലേലൂയ തോമസിന്റെ വിശ്വാസം ഉറപ്പിക്കുവാൻ. ആ വിശ്വാസം ഉറപ്പിച്ചപ്പോൾ കർത്താവിന്റെ അടുത്ത് പറയാം, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേന്ന്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേന്ന് ഒറ്റ പ്രാർത്ഥനയാണ് ഹാലേലൂയ ദിദിമോസ് എന്ന തോമസ് പറഞ്ഞേ. അതായത് എന്റെ മേൽ കർത്തൃത്വം നടത്തുന്നവൻ ആരാ? യേശു കർത്താവാ, ഞാനല്ല എന്ന്. ആ തിരിച്ചറിവ് ആർക്ക് കിട്ടുക? ഹാലേലൂയ തോമസിന് കിട്ടുക. ഇത് കഴിഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ നമ്മളിപ്പം വായിച്ച വേദഭാഗം വായിക്കുന്നത്. അവര് എന്ത് ചെയ്യുക? ഈ പത്രോസിനെ കർത്താവ് വിളിച്ചു വേർതിരിച്ച് ഹാലേലൂയ ദൈവ പദ്ധതിക്ക് വേണ്ടി ഹാലേലൂയ കണ്ട് 8 ദിവസത്തിന് മുമ്പ് കണ്ട് 8 ഹാലേലൂയ ദിവസം കഴിഞ്ഞ് തോമസിനെ കണ്ട് ഹാലേലൂയ ഇതെല്ലാം കണ്ട കർത്താവിനെ അറിഞ്ഞിട്ടും
പിന്നെ ആ പടകും തേടി പോകുന്ന ഒരു പത്രോസിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഹല്ലേലൂയ. അതിനകത്ത് പത്രോസ് പറയുക, ഇവര് കൂടിയിരിക്കുമ്പോഴാണ് ആ മധ്യയില് യേശുപ്പ ആ തിബരിയാസ് കടൽക്കരയിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. ആ കടലിൽ വന്ന് നിൽക്കുമ്പോ ഇവര് ഹല്ലേലൂയ പത്രോസാണ് ആദ്യം പറയുന്നത്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. അതിന്റെ പുറകാലെ എത്ര പേരുണ്ട്? അവിടെ തോമസും ഉണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് ഈ യാക്കോബ്, യോഹന്നാൻ, സെബദിയുടെ മക്കളും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കാനയിലെ നഥനയേലുമുണ്ട്. അവരുടെ കൂടെ തന്നെ വേറെ 2 ശിഷ്യന്മാരും. അപ്പൊ എത്ര പേരായി? 7 പേര് അല്ലെ? കർത്താവ് വിളിച്ചു വേർതിരിച്ചതാ 12 പേരെ. കർത്താവിന് എന്ത് വിഷമമായി കാണും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ആലോചിച്ചതാ, കർത്താവ് വിളിച്ചു വേർതിരിച്ചിട്ട് ഈ പിന്മാറ്റത്തിലേക്ക് പോകുക. ഹല്ലേലൂയ. കർത്താവ് വിളിച്ചത് എന്തിനാ? കർത്താവിന്റെ പദ്ധതിക്കാ. അത് പറയുകയും ചെയ്ത് അവിടെ. ഹല്ലേലൂയ. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന്. ഇത് കേട്ട് പത്രോസും യോഹന്നാനും യാക്കോബും ഒക്കെ അല്ലേ പിന്നെ എന്ത് ചെയ്ത് പടകിലേക്ക് പോകുന്നത്? തിരിച്ചാ പടകെടുക്കുന്നേ. കർത്താവ് ഇന്ന് പറയുക, അനേകരെടുത്ത് പറയുക, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി എന്താണ്, തെരഞ്ഞെടുപ്പ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞുവെങ്കിൽ ആ കർത്താവിന് വേണ്ടി വാഞ്ചയോടെ നാം നിൽക്കണം. എങ്കിൽ നമ്മെ കർത്താവ് എടുത്തുപയോഗിക്കും. ഹല്ലേലൂയ. ഇവിടെ പടകി കയറി പോകുന്ന അവര് ഹല്ലേലൂയ പുലർച്ചെ രാത്രിയില് മീൻ പിടിക്കാൻ പോകുക. പക്ഷെ മീൻ കിട്ടിയില്ല. ഹല്ലേലൂയ. കർത്താവ് അവിടെ നിന്നുകൊണ്ട് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. ഹല്ലേലൂയ. ആ കർത്താവ് കണ്ടിട്ട് ഇവരെടുത്ത് പറയുക, നിങ്ങൾ ഭാഗത്തേക്ക് വലയിറങ്ങുകയും. അപ്പൊ ആ കർത്താവിന്റെ വാക്കിനെ അനുസരിക്കുന്ന ആ വാക്ക് കേട്ടപ്പോൾ എന്ത് ചെയ്ത്? ആ വലയില് പെരുത്ത മീൻകൂട്ട വല പിടിച്ച് കീറ എന്ന് വെച്ചാ കയറ്റാൻ പറ്റുന്നില്ല. 153 വലിയ മീൻ നിറച്ച വലയാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അത് പിടിച്ചു കയറ്റാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ. അപ്പൊ യോഹന്നാൻ പറയുന്നുണ്ട്, ഇത് കർത്താവാണ്. പത്രോസ് അപ്പൊ എടുത്ത് കടലിലേക്ക് ചാടുകയാ. ഹല്ലേലൂയ. നഗ്നനായിക്കൊണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിനെ വിട്ട് പിന്നെയും പോകുന്നത്. അതുകൊണ്ടാണ് ആ പത്രോസിന്റെ അടുത്ത് ചോദിച്ചേ, ഹല്ലേലൂയ, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ ഇവരിലധികമായി സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് നമ്മോടും ചോദിക്കുക. ഹല്ലേലൂയ. ആ യോഹന്നാന്റെ മകനായ ശീമോനെ എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ മകനായ അഞ്ചനെ, നീ എന്നെ ഇവരിലധികമായി സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുന്നത്, നമ്മള് ബാധ്യസ്ഥരാകണം. നമ്മൾ കർത്താവിന് വേണ്ടി നിലനിൽക്കണം. കർത്താവിന് വേണ്ടി ഉറപ്പും ധൈര്യവുമായി നിന്നാലുണ്ടല്ലോ, കർത്താവ് നമ്മെ എടുത്ത് പണിതും. കർത്താവിന്റെ വേലയ്ക്കായിട്ട് കർത്താവ് അവിടുന്ന് ഹല്ലേലൂയ ദൈവ പൈതലായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനമുള്ള മക്കളായി ഓരോ വ്യക്തികളെയും തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമ മഹത്വം. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ്, ആമേൻ, എല്ലാവരും എഗെയിൻസ്റ്റ് ആയപ്പോഴും പൗലോസ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യഹൂദന്മാരെ മിണ്ടാതെയാക്കിയെന്നുണ്ട്. ഹല്ലേലൂയ.